നേപ്പാളിന്റെ ആകാശത്ത് അശാന്തിയുടെ കാർമേഘം മൂടിക്കഴിഞ്ഞു. അധികാരത്തിലേറി ഒരു മാസം പൂർത്തിയാകും മുൻപ് തന്നെ രണ്ടാമത്തെ മന്ത്രിയും രാജിവെച്ചു. അതെ, നേപ്പാൾ ബാലൻ ഷാ സർക്കാരിന് അടിപതറി തുടങ്ങിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി സുദാൻ ഗുരുങ്ങാണ് തന്റെ അധികാര കസേര ഒഴിഞ്ഞത്. അനധികൃത സ്വത്ത് സമ്പാദനം, സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ ആരോപണങ്ങൾക്ക് മറുപടിയുണ്ടാകുമെന്ന ഉറപ്പോടെ പണം വെളുപ്പിക്കൽ കേസിൽ പിടിയിലായ വ്യവസായി ദീപക് ഭട്ടുമായുള്ള സാമ്പത്തിക ബന്ധമാണ് ഗുരുങ്ങിന് തിരിച്ചടിയായത്. ഈ മാസം ആദ്യം തൊഴിൽ മന്ത്രി ദീപക് കുമാർ ഷായെയും പ്രധാനമന്ത്രി ബാലൻ ഷാ പുറത്താക്കിയിരുന്നു. സ്വന്തം ഭാര്യയെ ഹെൽത്ത് ഇൻഷുറൻസ് ബോർഡ് അംഗമായി നിയമിക്കാൻ പദവി ദുരുപയോഗം ചെയ്തു എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരായ ആരോപണം. അഴിമതി തുടച്ചു നീക്കുമെന്നും സുതാര്യമായ ഭരണം കാഴ്ചവെക്കുമെന്നുമുള്ള 100 ഇന പരിഷ്കരണ അജണ്ടയുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഷാ സർക്കാരിന് ഇരട്ട പ്രഹരം ഏറ്റിരിക്കുന്നത്. ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ 2025 നേപ്പാൾ ജൻസി പ്രക്ഷോഭം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എക്സ്, റെഡിറ്റ് തുടങ്ങി 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേപ്പാളിൽ നിരോധിക്കപ്പെട്ടു. ഇതിൽ ഭൂരിപക്ഷവും അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ്. വ്യാജവാർത്തകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ഹേറ്റ് സ്പീച്ച് തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിൽ ഈ പ്ലാറ്റ്ഫോമുകൾ പരാജയമായെന്നും ഒപ്പം സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നുമാണ് നിരോധനത്തിന് അന്നത്തെ ശർമ്മ ഓലി സർക്കാർ പറഞ്ഞ വിശദീകരണം. ഇതിനുശേഷവും രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന സോഷ്യൽ മീഡിയ ആപ്പ് ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ടിക്ടോക്ക് മാത്രമായിരുന്നു. അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കപ്പെടുകയും ചൈനയുടെ ടിക്ടോക്കിന് മാത്രം പ്രവർത്തനം തുടരാൻ അനുമതി ലഭിക്കുകയും ചെയ്തത് പ്രക്ഷോഭത്തിന് ഇടയാക്കി. പ്രതിഷേധക്കാർക്ക് അമേരിക്കയുടെയും ഭരണകൂട തീരുമാനങ്ങൾക്ക് ചൈനയുടെയും പിന്തുണ ഉണ്ടായിരുന്നുവെന്ന വാദം ഈ സാഹചര്യത്തിലാണ് ഉയർന്നു വന്നത്. പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് KP ശർമ്മ ഓലി സർക്കാർ രാജിവെക്കുകയും മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു. പ്രക്ഷോഭത്തിനെതിരായ സർക്കാർ അടിച്ചമർത്തലിൽ 77 പേർ കൊല്ലപ്പെട്ടു. ഇവിടെയാണ് ബാലൻ ഷായുടെ മാസ് എൻട്രി ഉണ്ടായത്. 2022 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച റാപ്പറും സംഗീതജ്ഞനും കാഠ്മണ്ഡു മേയറുമായിരുന്ന ബാലൻ ഷാ ആളിക്കത്തിയ യുവരോഷത്തിന് പിന്തുണയുമായി കത്തിക്കയറി. ജൻസി പ്രക്ഷോഭത്തിന് ശേഷം നേപ്പാൾ പാർലമെന്റിലേക്ക് നടന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ ബാലൻ ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അഥവാ RSP വൻ മുന്നേറ്റമായിരുന്നു നേടിയത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളായ നേപ്പാളി കോൺഗ്രസ്, CPN, UML എന്നിവ തകർന്നടിഞ്ഞപ്പോൾ ബാലൻ ഷാ മുന്നേറി. ജൻസി പ്രക്ഷോഭം പുതിയ തലമുറയുടെ വികാര പ്രകടനമായിരുന്നില്ല, മറിച്ച് പരമ്പരാഗത ഭരണ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് കൂടിയായിരുന്നുവെന്നാണ് ബാലൻ ഷായുടെ പാർട്ടി നേടിയ വിജയം സൂചിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴിതാ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചിരിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെ നിരോധനം, ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ഏർപ്പെടുത്തൽ, അഴിമതി കഥകൾ എന്നിവ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൽ വിള്ളൽ വരുത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 100 നേപ്പാൾ രൂപയിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾക്ക് നിർബന്ധിത കസ്റ്റംസ് തീരുവ ചുമത്താൻ സർക്കാർ തീരുമാനിച്ചത് വൻ തിരിച്ചടിയായി. സാധനങ്ങളുടെ വില നിലവാരത്തിനനുസരിച്ച് 5% മുതൽ 80% വരെയാണ് നികുതി ഏർപ്പെടുത്തിയത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും ഇന്ത്യൻ വിപണികളെ ആശ്രയിക്കുന്ന ജനതയ്ക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിയത്. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ ബന്ധമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നിരോധിച്ചതും യുവാക്കളെ ചൊടിപ്പിച്ചു. ബാലൻ ഷാ സർക്കാർ ചർച്ചകൾക്ക് തയ്യാറാകാതെ അടിച്ചമർത്തൽ നയം സ്വീകരിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥി നേതാക്കളുടെ ആരോപണം. ഇതിനെതിരെ ആയിരക്കണക്കിന് സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. ഇതോടെ സർവകലാശാലകളിൽ നിന്ന് പാർട്ടികളുമായി ബന്ധമുള്ള സ്റ്റാഫ് യൂണിയനുകളെ മാറ്റാൻ പ്രധാനമന്ത്രി ബാലൻ ഷാ ഉത്തരവിറക്കിയതും പ്രതിഷേധം കടുപ്പിച്ചു. ഇറാൻ അമേരിക്ക സംഘർഷത്തെ തുടർന്ന് നേപ്പാളിൽ ഇന്ധനവിലയും കുതിച്ചുയരുകയാണ്. പെട്രോൾ വില ലിറ്ററിന് 150 രൂപയിൽ നിന്ന് 200 മുകളിലേക്ക് എത്തിയതും
വിലക്കയറ്റത്തിന് കാരണമായി. അഴിമതി സൂചികയിൽ പിന്നിലായ നേപ്പാളിൽ ഭരണപരിഷ്കാരം ലക്ഷ്യമിട്ടെത്തിയ യുവ സർക്കാരിന് മുന്നിൽ ഭരണസ്ഥിരത എന്നത് വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു. അഴിമതി തുടച്ചു നീക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിക്ക് ഇത് പരീക്ഷണകാലം.